സർഗകേരളി ചാനലിലേക്ക് സ്വാഗതം. വിജയാശാന്തൻ കോമളപുരം രചിച്ച മുത്തശ്ശി മുത്തശ്ശ എന്ന ബാലകഥയുടെ രണ്ടാം ഭാഗം കേൾക്കാം. തെരുവോരത്തുകൂടി മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ വിനായകൻ നടന്നു വരികയാണ്. മൂന്നുപേരും വളരെ സന്തോഷത്തിലും ഉത്സാഹത്തിലുമാണ്. പെട്ടെന്ന് വിനായകന്റെ കാലൊന്ന് തട്ടി. വീഴാൻ പോയ വിനായകനെ മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപോലെ താങ്ങി. അതുകൊണ്ട് അവൻ വീണില്ല. താങ്ക്സ് മുത്തശ്ശ, താങ്ക്സ് മുത്തശ്ശി. ഇപ്പൊ പാട്ടം ചോദിച്ചേനെ. മുത്തശ്ശിയുടെ വക കമന്റ്. എന്റെ കുട്ടി ഇപ്പൊ വീണേനെ. അന്നേരാ അവളുടെ ഒരു തമാശ. മോനെ, സൂക്ഷിച്ച് നടക്കണം ട്ടോ. ശരി മുത്തശ്ശ. അവൻ രണ്ടുപേരുടെയും കൈകളിൽ തൂങ്ങി നടന്നു. മുത്തശ്ശ, അത് കണ്ടോ? ഒരാമ്പൽക്കുളം. അവിടെ കറുത്ത ഒരുതരം പക്ഷികൾ പറന്നു വന്ന് മുങ്ങുന്നത് കണ്ടു. എന്തെല്ലാം കാഴ്ചകളാ! കലപ്പ തോളിലേറ്റി പോകുന്ന കർഷകർ, ഞാറ് തലച്ചുമടായി കൊണ്ടുപോകുന്ന കർഷക സ്ത്രീകൾ, കാളവണ്ടി, ഉന്തുവണ്ടി, വഞ്ചികൾ, കടത്തുവള്ളങ്ങൾ, പെട്ടിപോലത്തെ ചങ്ങാടം, പിണ്ടിച്ചങ്ങാടവുമായി നീന്തി നടക്കുന്ന കുട്ടികൾ, എല്ലാം കാണാൻ എന്തു രസമാ! അവർ നടന്നു നടന്ന് ആ വലിയ ആമ്പൽക്കുളത്തിന്റെ സമീപമെത്തി. മുത്തശ്ശ. മുത്തശ്ശന് മനസ്സിലായി. മോന്റെ പൂതി ആമ്പൽക്കുളത്തിൽ ഇറങ്ങണം അല്ലേ? ദേ മുത്തശ്ശി, വീണ്ടും നേരത്തെ കണ്ട മാതിരിയുള്ള പക്ഷികൾ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്നു. മുത്തശ്ശി, ഒരു വെളുത്ത പക്ഷി വെള്ളത്തിലേക്ക് മുങ്ങാങ്കുഴി ഇട്ടല്ലോ. അത് ഉടനെ പൊങ്ങി വരും മോനെ. കൊക്കിൽ ചെറിയ മീനും കാണും. ആ പക്ഷികൾ നോക്കിയിരുന്ന് ഉന്നം പിടിക്കുകയാണ്. മീൻ കാണുമ്പോൾ ചാട്ടൂളി പോലെ മുങ്ങാങ്കുഴിയിട്ട് ഒറ്റ പിടുത്തമാ. അവയുടെ പശി മാറുന്നത് വരെ ഈ കലാപരിപാടി തുടരും. ഇനിയും ഒരാഴ്ചയേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ. മോന് എന്തൊക്കെ വാങ്ങിക്കൊടുക്കണം? ഒരാഴ്ചയില്ലേ നാരായണി, നമുക്ക് വാങ്ങാം. മുത്തശ്ശ, എനിക്കൊന്നും വേണ്ട. അച്ഛൻ എല്ലാം വാങ്ങിത്തരുന്നുണ്ട്. ഡ്രസ്സാണെങ്കിൽ ഒരു കുന്നോളം. സ്കൂളിൽ ഇടാൻ പറ്റില്ല. യൂണിഫോം മാത്രമേ ഇടിക്കൂ. വിനായക, വിനായക. ഒരു കിളിനാദം. നമ്മുടെ മോനെയാണല്ലോ വിളിക്കുന്നത്. അവൻ നോക്കുമ്പോൾ ദാ മുന്നിൽ ആരോമൽ. അവൻ അത്ഭുതത്തോടെ ചോദിച്ചു, ആരോമലേ, എന്താ ഇവിടെ? അമ്പലത്തിൽ വന്നതാ. ഒറ്റയ്ക്കോ? അല്ല, ദേ. അവൻ ദൂരേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. കണ്ടോ, ആ കാറിന്റെ സമീപം നിൽക്കുന്നത് എന്റെ അച്ഛനും അമ്മയുമാ. നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പാരന്റ്സ് മീറ്റിങ്ങിന്. ഇതാരാ? ഇതെന്റെ മുത്തശ്ശനും മുത്തശ്ശിയുമാ. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും അവന്റെ രണ്ട് കവിളിലും ഉമ്മ വെച്ചു. സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ചുംബനം. അതുകണ്ട് ആരോമലിന്റെ മനസ്സിൽ കൂടി. മധ്യവേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നു. പ്രവേശനോത്സവം ഗംഭീരമായി കൊണ്ടാടി. അക്ഷരമുറ്റത്തെത്തിയ കുരുന്നുകളെ മധുരം നൽകി മുതിർന്ന കുട്ടികൾ എതിരേറ്റു. ആഘോഷത്തിമിർപ്പുകളെല്ലാം കഴിഞ്ഞ് പുതുതായി വന്ന കുട്ടികൾ രക്ഷിതാക്കളുടെ വിരലിൽ തൂങ്ങി വീട്ടിലേക്ക് യാത്രയായി. മറ്റു കുട്ടികൾ അവരവരുടെ ക്ലാസ് റൂമിലേക്കും പോയി. അവിടെ അവരെ കാത്ത് ക്ലാസ് ടീച്ചർമാർ ഇരിപ്പുണ്ടായിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ ഗുരുക്കന്മാർ കുട്ടികളെ അഭിവാദ്യം ചെയ്തു. 6B ഡിവിഷനിലാണ് ആരോമലും വിനായകനും. മേരിക്കുട്ടി ടീച്ചറാണ് ക്ലാസ് ടീച്ചർ. 2 മാസങ്ങൾക്ക് ശേഷമുള്ള കൂടിച്ചേരലിൽ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അവർക്ക് പരസ്പരം കൈമാറാൻ പല വാർത്തകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസ് റൂം ശബ്ദമുഖരിതമായിരുന്നു. സൈലൻസ് പ്ലീസ്.
ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ മേശപ്പുറത്ത് 2 കൊട്ടുകൊട്ടി. പെട്ടെന്ന് കുട്ടികൾ നിശബ്ദരായി ടീച്ചറിനെ നോക്കി. ടീച്ചർ അവരോട് ചോദിച്ചു, അവധിക്കാലം എല്ലാവരും നന്നായി ആഘോഷിച്ചോ? യെസ് ടീച്ചർ, കുട്ടികൾ ഒരുപോലെ പറഞ്ഞു. ഗുഡ്. ഓരോരുത്തരായി അവധിക്കാലത്തെക്കുറിച്ച് പറയണം. നമുക്ക് ഒരറ്റത്ത് നിന്നും തുടങ്ങാം. എന്താ, എല്ലാവർക്കും സമ്മതമല്ലേ? യെസ് ടീച്ചർ. ക്ലാസ് റൂമിൻ്റെ റൈറ്റ് സൈഡിലായി ഒന്നാമതായി ഇരുന്നിരുന്ന വിനായകനെയാണ് ടീച്ചർ ആദ്യം വിളിച്ചത്. വിനായകൻ എഴുന്നേറ്റു. ഇവിടെ വരൂ വിനായക. ഇവിടെ നിന്ന് പറഞ്ഞാലേ എല്ലാവർക്കും കേൾക്കാൻ രസമുള്ളൂ. വിനായകൻ ടീച്ചറിൻ്റെ അടുത്തെത്തി. മേശയുടെ മുൻവശത്തായി വിനായകനെ ടീച്ചർ നിർത്തി. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ പറയിപ്പിക്കുന്നത് പ്രസംഗിക്കുവാനുള്ള കഴിവ് ഉണ്ടാകാനും കൂടിയാണ്. വിനായകൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. വിനായകൻ ടീച്ചറിൻ്റെ അനുഗ്രഹത്തോടുകൂടി പറഞ്ഞു തുടങ്ങി. എല്ലാ അവധിക്കാലവും ഞാൻ ചിലവഴിക്കുന്നത് എൻ്റെ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും കൂടെയാണ്, അങ്ങ് തറവാട്ടിൽ. അവിടെ തൊടിയിലും പറമ്പിലുമൊക്കെ ഓടി നടക്കാൻ എന്ത് രസമാണെന്നോ. കൊച്ചു കൊച്ചു ചെടികൾ, വലുതും ചെറുതുമായ മരങ്ങൾ. ആ മരങ്ങൾക്കൊക്കെ പേരുണ്ട്. എല്ലാം മുത്തശ്ശിയും മുത്തശ്ശനും പറഞ്ഞു തരും. പേര, മാവ്, കാര, ആത്ത, ചെമ്മീൻ പുളി, വാളൻപുളി, നെല്ലിക്കാപ്പുളി, നെല്ലി, റംബൂട്ടാൻ, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വൃക്ഷങ്ങൾ ധാരാളമുണ്ട്. തൊടിയിലും പറമ്പിലുമൊക്കെ പല വർണ്ണങ്ങളിലുള്ള തുമ്പികളും പൂമ്പാറ്റകളും പക്ഷികളുമൊക്കെ പാറിപ്പറന്ന് കളിക്കുന്നത് കാണാം. ചിലപ്പോഴൊക്കെ ഞാനും കൈ വിരിച്ച് ചിറകുകളാക്കി അവരോടൊപ്പം കാലിൽ പറക്കും. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എന്നോടൊപ്പം 2 കൂട്ടുകാർ കൂടെ ഉണ്ട്. കൂട്ടുകാർ 2 VIP-കളാ. ആരാണെന്നറിയണ്ടേ? അവൻ പറഞ്ഞു നിർത്തി. ആരാ? പറയൂ വിനായക, കേൾക്കാൻ നല്ല രസം. സഹപാഠികൾ ആകാംക്ഷയോടെ കേൾക്കാൻ കാത്തിരുന്നു. അത് വേറെ ആരുമല്ല, എൻ്റെ മുത്തശ്ശിയും മുത്തശ്ശനുമാ. മുത്തശ്ശിയെയും മുത്തശ്ശനെയും കൂട്ടുകാരായി കിട്ടുകയെന്ന് വെച്ചാൽ അതിൽ പരം ഭാഗ്യം വേറെ ഉണ്ടോ കൂട്ടുകാരെ? അമ്മയും അച്ഛനുമാണെങ്കിൽ കൂട്ടുകൂടിയാലും എല്ലാ കാര്യത്തിനും സഹകരിക്കില്ല. ചിലപ്പോൾ വഴക്കും കിട്ടും. ചില അവസരങ്ങളിൽ ശിക്ഷിച്ചെന്നും വരാം. എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിയും വഴക്കു പറയില്ല, ശിക്ഷിക്കില്ല, എല്ലാത്തിനും കൂടെ നിൽക്കും. നമ്മൾ തെറ്റിലേക്ക് പോയാലോ, നമ്മൾ പോലും അറിയാതെ തന്നെ സ്നേഹത്താൽ വിഷയം മാറ്റിത്തരും. രാവിലെ 6 മണിയാകുമ്പോൾ മുത്തശ്ശി വിളിക്കും. ഞാൻ അടുക്കള പണിയിൽ മുത്തശ്ശിയെ സഹായിക്കും. ഇടിയപ്പം ഉണ്ടാക്കാനും അടയുണ്ടാക്കാനും ചക്കപ്പുഴുക്കുണ്ടാക്കാനുമൊക്കെ മുത്തശ്ശിയെ സഹായിക്കും. ഒപ്പം മുത്തശ്ശനും കാണും കേട്ടോ. ഭക്ഷണം കഴിക്കുമ്പോൾ കാക്കയ്ക്കും പൂച്ചയ്ക്കും മറ്റു പക്ഷികൾക്കുമൊക്കെ കൊടുക്കും. ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ അവരെല്ലാം അടുക്കള മുറ്റത്ത് ഹാജരാകും. അവരുടെ ആ കാത്തിരിപ്പ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.